എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടി വരും തീർച്ചയായും എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ കുതിര അഥവാ യൂണിക്കോൺ പൈലായി സ്വീകരിച്ചുകൊണ്ട് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളോട് ഒരു കാൽപ്പനിക ഇഷ്ടം അവർക്കുണ്ടാകാൻ പോകുന്നു. ഇതുവരെ നിങ്ങൾ കണ്ടതുപോലെയുള്ളൊരു ഇഷ്ടമല്ല. ഇതുവരെ അവർ ഒരുപക്ഷെ യാന്ത്രികമായിട്ടായിരിക്കും നിങ്ങളെ സ്നേഹിച്ചിരുന്നത്. നിങ്ങളുടെ സ്നേഹം അവർ ആസ്വദിച്ചില്ല, നിങ്ങളുടെ ഇഷ്ടം അവർ ഉൾക്കൊണ്ടില്ല. യഥാവിധി നിങ്ങൾ സ്നേഹിക്കുന്നു, അവർക്കത് മനസ്സിലാവുന്നു. ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു, ചിലപ്പോൾ റിജക്റ്റ് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് മാനസികമായൊരു തല അതിനുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ആ വ്യക്തിയുടെ മനസ്സിലെ മാറ്റങ്ങൾ പ്രകാരം ആ വ്യക്തി ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു. നിങ്ങൾ നൽകിയ പ്രണയത്തിൻ്റെ യഥാർത്ഥ വിജയം ഉണ്ടാകാൻ പോകുന്നു. ആ വിജയം എന്ന് പറയുന്നത് അവർ നിങ്ങളെ അംഗീകരിക്കുന്നു. നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം, ഇഷ്ടം, താല്പര്യം അതെങ്ങനെയാണോ അതേ അർത്ഥത്തിൽ, അതേ രീതിയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നു. അവരത് ഉൾക്കൊള്ളാൻ പോകുന്നു. അവർക്കത് ഒരുപാട് മുന്നേറ്റങ്ങളുണ്ടാകുന്നു. അവർക്കത് ഒരുപാട് ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാകുന്നു. എല്ലാ തരത്തിലും ജീവിതത്തിൽ വിജയമായത് ഭവിക്കുന്നു. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ചുകൊണ്ട്, രക്ഷപ്പെട്ടുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ജീവിതത്തിൽ, ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്ന ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയുന്നൊരു തലത്തിലേക്ക് എത്തുന്നു. നിങ്ങളുടെ ഇഷ്ടം, പ്രണയം. ഇതുവരെ ആ വ്യക്തി നിങ്ങളുടെ ഭൗതികമായ കാര്യങ്ങളിലേക്കായിരിക്കും ഒരു പക്ഷെ നോക്കിയത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നേട്ടങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ, അല്ലെങ്കിൽ അതില്ല എങ്കിൽ ആ വ്യക്തിക്ക് ഒന്നുമില്ല, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അതൊന്നും വേണ്ട എന്നുള്ള തലത്തിൽ ഇല്ല. നിങ്ങൾക്ക് ആ വ്യക്തി ഉദ്ദേശിക്കുന്ന നിലവാരമോ ജീവിതഗതിയോ ഇല്ലെങ്കിൽ ആ പ്രണയം അത്ര വേണ്ട, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ നല്ല ആരോ എങ്കിലും എനിക്ക് ലഭിച്ചേക്കാം. നിങ്ങളുടെ പ്രണയത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ആ വ്യക്തി ഒരു തീരുമാനം എടുക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പോസിറ്റീവായിട്ടുള്ള തീരുമാനം എടുത്തിരുന്നെങ്കിൽ അത് നെഗറ്റീവാകുമായിരുന്നു. ഒരുപക്ഷെ നെഗറ്റീവായിട്ടുള്ള തീരുമാനം ഇതിനു മുമ്പേ എടുത്തിട്ടുണ്ടാകുകയും ചെയ്യാം. പക്ഷേ എടുത്ത തീരുമാനം തിരുത്തുകയും പോസിറ്റീവായിട്ട് തന്നെ, നെഗറ്റീവായിട്ട് പ്രതികരിച്ച ആ വ്യക്തി പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. ഇനി തീരുമാനം വൈകിപ്പിച്ചു എങ്കിൽ, തീരുമാനം അഭിപ്രായം പറയാതെ മറ്റു മാനദണ്ഡങ്ങളിലൊക്കെ തട്ടിയും മുട്ടിയും അത് ദീർഘിച്ചു പോയിരുന്നെങ്കിൽ, ആ വ്യക്തി ഇതുവരെ നയം നിങ്ങളോട് വ്യക്തമാക്കിയില്ല എങ്കിൽ അത് തള്ളിക്കളയാനായിരുന്നു ആ വ്യക്തിയുടെ മനസ്സിലെ തീരുമാനം. പക്ഷേ ഇനി മാറ്റം ഉണ്ടാകുകയാണ്. നിങ്ങളുടെ പ്രണയത്തിൻ്റെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഒരു പോസിറ്റീവ് എനർജി എന്ന് വേണമെങ്കിൽ പറയാം. അത് സംഭവിക്കാൻ പോകുന്നു. പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ഇഷ്ടം പോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരുപാട് കാലമായി നിങ്ങൾ ആഗ്രഹിച്ചത്, ഒരുപാട് കാലമായി ഇത് സംഭവിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നത്, അത് സംഭവിക്കാൻ പോകുന്നു. അടുത്തതായിട്ട് ചിത്രശലഭം പൈലായി സ്വീകരിച്ചോടെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ജീവിതത്തിൽ ആ വ്യക്തി ഒരു തീരുമാനം കൃത്യമായി എടുത്തിരുന്നില്ല. സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. കേവലം അത് സ്നേഹം മാത്രമായി മാറി. കൂടുതലൊന്നും നൽകാത്ത, കൂടുതലൊന്നും ഒരു പ്രാധാന്യവും നൽകാത്ത ഒരു സ്നേഹമായിട്ടത് മാറി. ഒരിക്കലും ആ സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് കാണിച്ചില്ല. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയൊരു പ്രണയമായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയൊരു പ്രണയമായിരുന്നു. പക്ഷേ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ഒന്നും നടത്താൻ കഴിയാത്തതിൻ്റെ ഒരു ദുഃഖം നിങ്ങളിലുണ്ടായിരുന്നു.
ഹൃദയത്തിൽ തങ്ങുന്നില്ല ആ വ്യക്തിയുടെ. ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണെന്ന് പറയും. നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ട് കണക്കാക്കുന്നതിൽ നിന്ന് ആ വ്യക്തിയെ ചിലർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോഴും അതിൻ്റെ അലയൊലികളുണ്ടായിരുന്നു. പക്ഷേ ഇനി അത് സാധിക്കില്ല. ആ വ്യക്തി തീരുമാനം എടുക്കേണ്ടടുത്ത് തീരുമാനം എടുക്കാതിരുന്നാണ് ഈ കാര്യങ്ങളെല്ലാം വൈകിച്ചത്. ആ വ്യക്തിയുടെ തീരുമാനം വൈകിയപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു നഷ്ടമായിട്ടാണ് മാറിയത്. കൃത്യമായ തീരുമാനം ആ വ്യക്തി എടുക്കാതെ ആയപ്പോൾ അതൊരു നഷ്ടമായിട്ട് മാറി. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സ്നേഹിക്കേണ്ട, നിങ്ങളെ മനസ്സിലാക്കേണ്ട, നിങ്ങൾ ഇഷ്ടപ്പെടേണ്ട ഒരു വ്യക്തി കൃത്യമായ തീരുമാനം എടുക്കാതെ പോകുന്നു. ആ തീരുമാനം എടുക്കാതെ പോകലിൽ ഒരുപാട് ദുഃഖം നിങ്ങൾക്കുണ്ടായിരുന്നു. നല്ലൊരു തീരുമാനം സ്വീകരിച്ചിരുന്നെങ്കിൽ, നല്ലൊരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. പക്ഷെ ഇതുവരെ ഉണ്ടായില്ല. ഉറച്ചൊരു തീരുമാനവും ഒരു ധൈര്യപൂർണമായൊരു വാക്കോ ഒരു ഉറപ്പോ ആ വ്യക്തി നൽകുന്നുണ്ടായിരുന്നില്ല. കേവലം വെറുതെ സ്നേഹിക്കുക. സ്നേഹിച്ച് കഴിഞ്ഞ് അതിൻ്റെ മുന്നിലേക്ക് പോകുമ്പോൾ അവിടെ ആ വ്യക്തി പതറിപ്പോവുക. നിങ്ങളുടെ വാക്കല്ല ആ വ്യക്തി കണക്കാക്കിയിരുന്നത്, മറ്റുള്ളവരുടെ വാക്ക് കേൾക്കുകയാണ്. ആ വ്യക്തിയെ വിശ്വസിച്ച് സ്നേഹിച്ച് ആ വ്യക്തിയുടെ കൈയും പിടിച്ച് മുന്നോട്ട് പോയ നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ തീരുമാനങ്ങളിലെ ബലക്കുറവ്, ആ വ്യക്തിയുടെ ധൈര്യക്കുറവ്, ആത്മവിശ്വാസക്കുറവ്, അതൊക്കെ നിങ്ങളെ വിഷമിപ്പിച്ചു. കാരണം നിങ്ങൾ ആരെയാണോ വിശ്വസിച്ച് മുന്നിട്ടിറങ്ങിയത് ആ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ഉഴപ്പൻ സമീപനങ്ങൾ സ്വീകരിക്കുന്നു. മറ്റുള്ളവർ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതം തകരണമെന്ന് കരുതി പറഞ്ഞ കാര്യങ്ങൾ, തകരണമെന്ന് കരുതി പറഞ്ഞ് പ്രസ്താവിച്ച കാര്യങ്ങൾ, അതൊക്കെ നടക്കാൻ പോകുന്നു. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഈ വ്യക്തി ഇങ്ങനെ ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത്? എന്തായിരിക്കും ഈ വ്യക്തിയുടെ ഇൻറ്റൻഷൻ അക്കാര്യത്തിൽ? കൃത്യമായ നിലപാട് എന്തുകൊണ്ട് ഈ വ്യക്തി സ്വീകരിക്കുന്നില്ല? നിങ്ങൾ ഒരുപാട് ചിന്തിച്ച ഒരു കാര്യമാണ്. ആ വ്യക്തി നിലപാട് സ്വീകരിക്കാതെ വന്നപ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നി. എന്തുകൊണ്ട് ആ വ്യക്തി നിലപാട് സ്വീകരിക്കുന്നില്ല? എന്തുകൊണ്ട് ആ വ്യക്തി ഇത്തരമൊരു കാര്യത്തിലേക്ക് കൃത്യമായി വരുന്നില്ല? ആ വ്യക്തി അത് വരാതെ ആകുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവുകയാണ്, നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുകയാണ്. എന്തിനാണ് എന്നോട് ഇങ്ങനെ ആ വ്യക്തി പെരുമാറുന്നത്? നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു അത്. കാരണം നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാണ്. നിങ്ങളുടെ ഉള്ളിലൊരു കളങ്കം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചതിന് മറ്റൊരർത്ഥം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ വ്യക്തി ആദ്യമായിട്ട് ഉറച്ച നിലപാടുമായി വരികയാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ കൃത്യമായൊരു ഉറപ്പ്, പോസിറ്റീവ് എനർജി നൽകുന്നു. ആ വ്യക്തിയെ കൊണ്ട് പറയുന്നു, നിങ്ങൾ ഇഷ്ടപ്പെടേണ്ട, സ്നേഹിക്കേണ്ട, നിങ്ങളെ സ്നേഹിച്ച ഈ വ്യക്തിക്ക് ഒപ്പം ഉറച്ചു നിൽക്കുക, വാക്കും പ്രവൃത്തിയാലും എന്ന് കൃത്യമായി ആ വ്യക്തിയോട് ഒരു ധൈര്യത്താൽ ഒരു ശക്തി പറയുകയാണ്. ആ വ്യക്തി അതനുസരിക്കും. നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് ഉറച്ച നിലപാടുകൾ കാണാൻ കഴിയും. സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.